ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഊട്ടിയിൽ പോവാണ്. ഞങ്ങൾ റെസിഡൻസിൻ്റെ വകയായിട്ട് നമ്മൾ ഊട്ടിയിൽ പോവാണ്. ബട്ട് ഇത് എടുത്തിട്ട് കുറച്ച് ദിവസം അധികേ ആയിക്കണ് ഗൈസ്. ഇത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇത് ഫുള്ളും അവിടെ ഒരു മൂലയിലായിപ്പോയി. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ടൈം കിട്ടിയത്. ഇത് ഇടാലോ എന്ന് വിചാരിച്ച്, ഇടണ്ടെന്ന് വിചാരിച്ച കാരണം കുറേ ആയല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇടണ്ടെന്ന് വെച്ചതാണ്. പിന്നെ സാരമില്ല, പോട്ട് ഒരു ഓർമ്മകളല്ലേ, അപ്പോൾ അതങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ലതാണ്. അങ്ങനെ ഗായ്സ് നമ്മൾ ബസ് കയറി. ജഹാര എന്നാണ് ബസ്സിൻ്റെ പേരിട്ട. ഞങ്ങൾ മുന്നേ തന്നെ ഈ ചാർജ് കുത്തിയിടാനുള്ള സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായി. അങ്ങനെ ഫ്രണ്ട്സ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ബട്ട് എനിക്ക് ചായ അങ്ങോട്ട് പോയില്ല. സോ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ഇല്ല. ലാസ്റ്റ് ഈ കടല തിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങിയൊന്ന് എണീച്ചപ്പോഴത്തേക്ക് ഏകദേശം എത്താനായിന്ന് പറഞ്ഞു. അങ്ങനെ എണീച്ച് പിന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അതേണ്ട ഒരു സ്ഥലത്ത് നിർത്തി. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ എവിടെയായിരുന്നു, കാരണം കുറേ ആയല്ലോ ഇത് എടുത്ത് വെച്ചിട്ട് ഇടാൻ പറ്റിയൊരു സാഹചര്യമേ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് കയറി. അവിടെ വെച്ചാൽ നല്ല വ്യൂ, അവിടെ വെച്ചാൽ പൊരിഞ്ഞ തണുപ്പ്. എൻ്റെ അമ്മ ഒന്നും പറയില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തു, നേരെ അങ്ങോട്ട് കയറി. പിന്നെ അതേണ്ട ഇവർ ഓടുന്നില്ലേ, അതേ കൂട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളായിട്ട് ഓടണം വിചാരിച്ചപ്പോഴത്തേ ഓളെ കാണാനില്ല. അയ്യോ, അയ്യോ എന്താ തണുപ്പാ ഗൈസ്, നല്ല തണുപ്പ്. കൈയൊക്കെ മരവിച്ച്. അമ്മോ, നല്ല എക്സ്പീരിയൻസാ. തണുത്തിട്ട് അമ്മായി തണുപ്പാ ഗൈസ്. അയ്യോ, കാറ്റ് കണ്ട കയ്യൊക്കെ കണ്ട മരവിച്ച് വരി. തണുപ്പാ. അയ്യോ, മഞ്ഞ് വെക്കുന്നുണ്ട് ഗൈസ്, മഞ്ഞ് വെക്കുന്നുണ്ട്. മഴയായിട്ട് പെയ്യുന്നുണ്ട് മഞ്ഞ്, ചേച്ചിയെ പൊടിയായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങി. അതേണ്ട ഞങ്ങൾ പോകുന്നു അവിടുന്ന്. ഗേൾസ് കുറച്ച് മുന്തിരി തിന്നാൻ നമുക്ക് കുറച്ച് വെള്ളം. അങ്ങനെ ഗേൾസ് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകുന്നു. ഓരോരോ സ്ഥലങ്ങളും നമ്മൾ ആസ്വദിച്ച് പോകുന്നു. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഗേൾസ്. അങ്ങനെ അവിടുന്ന് കുറേ റീലൊക്കെ എടുത്ത് അമ്മയ്ക്ക് എടുത്തെടുത്ത് ഞങ്ങളും എടുത്ത്. മഞ്ഞ് പോണുണ്ട്, നല്ല മഞ്ഞിട്ട് ഗേൾസ്. കണ്ട കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ ബസ് നിർത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഞങ്ങൾ കൊണ്ടുവന്ന് നിൽക്കണം, അത് കഴിക്കാൻ പോകും. ഫ്രണ്ട്സ് ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുതിരേനൊക്കെ നമ്മൾ ആസ്വദിച്ചു. ദേണ്ട ഇങ്ങനെ വരിക്ക് ഇങ്ങനെ പോകുന്നു. നല്ല ഞങ്ങൾക്ക് കൈമിലിടാൻ ഈ ഒരു സംഭവം കിട്ടി. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരിക്ക് നിന്ന് ഓരോന്ന് ആസ്വദിക്കുന്നത് കണ്ടു. ടീ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരുന്നത് ഗൈസ്. ഓരോന്നായിട്ട് എണ്ണി പെറുക്കി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എന്തിനാ, നിങ്ങൾക്ക് കാട്ടിത്തരാൻ. ഞാനൊക്കെ അത് ഇഷ്ടംപോലെ എത്ര വട്ടം പോയിട്ടുണ്ട്, നിങ്ങളും പോയിണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാട്ടിത്തരുന്നു. ഓക്കെ, ഇങ്ങനെ ദേണ്ടേ കണ്ടോളൂ, എല്ലാവരും കാണൂ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നു. കാരണം അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ ഒരു ഫ്രീ ആയിട്ട് ചായ. ഫ്രീ ആയിട്ടൊന്നുമല്ല, നമ്മൾ എൻട്രി പൈസേൻ്റെ ആ ഒരു ഇതിന് അത്ര പോലും ഇല്ല ഈ ചായൻ്റെതും. അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ഈ 3 ചോക്ലേറ്റ് ഓരോന്നോരോന്ന് തന്നു. ബട്ട് നല്ല രസമാണ്, നല്ല ടേസ്റ്റ്. പക്ഷെ ഇത് ഇപ്പോൾ അവിടെ പോയിട്ട് ഏതാ അതിൻ്റെ ഇത് പറയാമെന്ന് അറിയത്തില്ലല്ലോ. സോ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾ ചോക്ലേറ്റ് വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങി. ഇങ്ങനെ നമ്മൾ നേരെ താഴത്തിറങ്ങി. കണ്ടോ ഗേൾസ്, ലൈന് കണ്ടോ? ഇതൊക്കെ ഈ കാഫി
കോഫി ഫാക്ടറിയിലേക്ക്. ടീ ഫാക്ടറിയിലേക്ക്. ട്രീ അല്ല, ടീ. അതെ, വരിയാണ്. പക്ഷെ 20 റുപ്യ കൊടുത്തിട്ട് ചായ ഒരു ഗ്ലാസ്സിന് 10 പോലും ഇല്ല ഗൈസ്. കണ്ടോ ഗൈസ്, വ്യൂ കണ്ടോ, അടിപൊളി. മഴ പൊടിയുണ്ട്. അതൊക്കെ അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ മേടിച്ചു. നമ്മൾ ബസ്സിൽ കയറാൻ പോകുന്നു. ഫ്രണ്ട്സ്, ക്ഷീണം പിടിച്ച് ഞാൻ തളർന്നു പോയച്ചു. ഞാനും അമ്മയും ഒക്കെ. അയ്യോ ഗൈസ്, ഇപ്പോൾ പൊരിഞ്ഞ വെയിലായി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഇനി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കാണാം. ഗൈസ്, ബിരിയാണി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും കിട്ടിയില്ല. എടുക്കാൻ പറ്റില്ല, 2 കയ്യിൽ നിന്നല്ലേ, അപ്പോൾ എടുക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷേ എനിക്ക് വലുതായിട്ട് ലൈക്കായില്ല. അടുത്ത് നമ്മൾ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇവിടുത്തെ റേറ്റ് ആട്ടോ. ആ കുട്ടികൾക്ക് എത്രയാണ്, വലിയവർക്ക് എത്രയാണെന്നുള്ളതിൻ്റെ റേറ്റാണ് ആ ഒരു ഇതിൻ്റെ ബോർഡിൽ കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും വരെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 100 രൂപ, ചിൽഡ്രൻസിന് 50 ഉറുപ്പ്യാണ്. 6 to 11 ഇയർ ഉള്ള ചിൽഡ്രൻസിനാണ് 50 റുപ്യ. ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ പിന്നെ ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെ വരുമ്പോൾ നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എനിക്ക് ഫീൽ ആയത് ഇങ്ങനെയാണ്. ഞങ്ങളൊക്കെ വെറുതെ 100 റുപ്യക്ക് വന്ന ആ ഒരു മൈൻഡായി അവിടെ വന്നപ്പോൾ. അമ്മയ്ക്ക് അങ്ങനെ അവർക്കൊക്കെ പിന്നെ ഇഷ്ടാവല്ലോ, കുറേ പൂവ് കാര്യങ്ങളൊക്കെ. പൈസ മുതലാക്കണ്ടേ, അങ്ങനെ കുറേ അവിടെ നിന്ന് ചെലവഴിച്ചു. അല്ലാണ്ട് വേറെ എന്ത്. ഇതാണ് എൻ്റെ പുതിയ ഫ്രണ്ട്. പേര് പറഞ്ഞിട്ട് അമിതമായ. എന്തിനാണ് വീട്ടിൽ? അതെ, അങ്കുടെ കുട്ടി. നമ്മളിങ്ങനെ 2 ആൾ പടി തേരാപ്പായ നടക്കാം. ഫ്രണ്ട്സ്, ഇരുന്ന് എടുക്കും. നമ്മളിതാ നടക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുള്ളൂ. യൂട്യൂബ് അയ്യോ ഇരുണ്ട് എടുക്കണമോ കാണില്ല. ഗൈസ്, നമ്മൾ ഇവിടുന്ന് മറങ്ങാണ്. ഇനി അടുത്തത് ഏതോ നമുക്കൊക്കെ വഴിയെ കാണാം. അങ്ങനെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ഞങ്ങളെ നെക്സ്റ്റ് ലേക്കിലേക്കോ അങ്ങനെ എന്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പം അവിടെ ക്ലോസ് ആയി. കാരണം ഞങ്ങൾ ഇറങ്ങിയത് അവിടെ നിന്ന് ലേറ്റായി. ആ ഫ്ലവേഴ്സിൻ്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയത് ലേറ്റായി. നമുക്ക് മറ്റോടത്ത് പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ നേരെ വിട്ടു വീട്ടിലോട്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ ഉറങ്ങിക്കിടത്തുന്നവരൊക്കെ എണീപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് തുള്ളി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി. ഇവരെല്ലാവരും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുക. എന്തുവാന്ന് അറിഞ്ഞൂടാ, അവർ ഡാൻസ് കളിക്കുന്നില്ല, ഇത് ലാസ്റ്റ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ് ഞാനും ഓളും പ്ലാൻ ചെയ്ത് ഇവരെല്ലാവരും എണീപ്പിച്ച് അങ്ങോട്ട് അമ്പക്ക് കളിക്കുക, എന്നാലും അപ്പത്തേക്ക് ഓരൊക്കെ എണീച്ചെന്നുള്ളൂ. അങ്ങനെ എല്ലാവരും ഞങ്ങൾ പിടിച്ച് എണീപ്പിച്ചു. അങ്ങനെ പകുതിക്ക് വെച്ചപ്പം ചുരം ഇറങ്ങല്ലേ, അപ്പം റേഞ്ചൊക്കെ കട്ടായതുകൊണ്ട് പാട്ട് കിട്ടുന്നില്ല. അങ്ങനെ വിചാരിച്ചു ബാക്കിൽ നിന്ന് ചേട്ടന്മാർ വന്നിട്ട് പാട്ട് പാടാമെന്ന് പറഞ്ഞപ്പം അവരങ്ങ് പാടിയപ്പോഴത്തേക്ക് പിന്നെ ഡൗണായി. ഐ മീൻ നമുക്ക് ഡാൻസ് കളിക്കുന്ന ഒരു വൈബ് എത്തിയപ്പം പകുതി വെച്ച് അത് കട്ടായല്ലോ. അപ്പം പിന്നെ പാട്ടായപ്പം പിന്നെ കുഴപ്പമില്ല, എന്നാലും അങ്ങ് നിന്ന് ഓരോപ്പരം അങ്ങ് പാട്ട് പാടി. ഇപ്പോൾ 11:07. ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ചായ കുടിക്കാൻ പോകും. ചായ കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ അതാ ചായക്കടിയും തപ്പി നടക്കുന്നു. അങ്ങനെ ചായ മാത്രം കുടിച്ചുട്ടാ. അങ്ങനെ സാധനമൊക്കെ മേടിച്ചു വീട്ടിലെത്തി. അപ്പം ഞങ്ങളിപ്പോഴാണ് വീട്ടിലെത്തിയത്. ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് സമയം 2:30 മണിയായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.